ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കുക. തീരെ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അടി കുറച്ച് പരന്നിട്ടുള്ള ഒരു ചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോ മീനും ഇതുപോലെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു മീനിൻ്റെ മുകളിൽ മറ്റൊന്ന് വരാത്ത ആ ഒരു രൂപത്തിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ മീനും ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതുപോലെ എല്ലാ മീനും നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒരു 10-15 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ആകുന്ന രൂപത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം മൂടി വെക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം മൂടി വെച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. എന്നാൽ നല്ല ഫ്രൈ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിക്കാരം മീൻ. അപ്പോൾ അതുകൊണ്ടാണ് മൂടി കൊടുത്തിട്ട് വേവിക്കാൻ പറഞ്ഞത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ മൂടി ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരേപോലെ തന്നെ തിരിച്ചിടണം എന്നൊന്നും ഇല്ല കേട്ടോ. കാരണം മൂടി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണിത്. ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിൻ്റെയും അതുപോലെ കറിവേപ്പിലേൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ഇതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.